നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസത്തിന് മന്ത്രിസഭയുടെ അനുമതി. കൽപ്പറ്റയിലും നെടുമ്പാലയിലും 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. നിർമ്മാണ കരാർ ഊരാളുങ്കലിന്. കിഫ്കോണിന് മേൽനോട്ടം. ജനുവരി 25-നകം ഗുണഭോക്താക്കളുടെ പട്ടിക പ്രസിദ്ധീകരിക്കും. പുനരധിവാസം ഒറ്റഘട്ടമായി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ സനാതനധർമ്മ പരാമർശത്തെ പിന്തുണച്ച് കെ സുധാകരൻ. ഗുരുവിനെ ചാതുർവർണ്ണയത്തിലും വർണ്ണാശ്രമത്തിലും തളച്ചിടാൻ ശ്രമിക്കുന്നുവെന്ന് കെ സുധാകരൻ. സനാതനധർമ്മത്തെ മുഖ്യമന്ത്രി ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെന്ന് വി ഡി സതീശൻ. മുഖ്യമന്ത്രിക്ക് വോട്ട് ബാങ്ക് ലക്ഷ്യമെന്ന് BJP. UAE-യിൽ 2025 പ്രാബല്യത്തിലാകുന്നത് മാറ്റങ്ങളും വികസന പദ്ധതികളും. അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രണം നടപ്പാക്കും. റോഡ് യാത്രാ സേവനങ്ങളിൽ മാറ്റം. എയർ ടാക്സികൾ സർവീസ് തുടങ്ങും. എല്ലാ നിയമ ലംഘകർക്കും കർശന ശിക്ഷ ഉറപ്പാക്കുമെന്നും അധികൃതർ. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ ആശുപത്രികളിൽ രോഗികൾക്ക് ഇനി ഭക്ഷണങ്ങൾ സ്വയം തിരഞ്ഞെടുക്കാം. ഡിജിറ്റൽ ഭക്ഷണ മെനു പുറത്തിറക്കിയ അധികൃതർ. നടപടി ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി. അറേബ്യൻ ഗൾഫ് കപ്പ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും ആതിഥേയരായ കുവൈറ്റ് പുറത്ത്. സെമി ഫൈനൽ ബഹറിനെതിരില്ലാത്ത 1 ഗോളിന് കുവൈറ്റിനെ തോൽപ്പിച്ചു. ഫൈനൽ ജനുവരി 4-ന്. വാർത്തകൾ വിശദമായി. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭയുടെ അനുമതി. കൽപ്പറ്റയിലും നെടുമ്പാലയിലും 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. ടൗൺഷിപ്പുകളുടെ നിർമ്മാണ കരാർ ഊരാളുങ്കലിന് നൽകും. കിഫ്കോണിനാണ് മേൽനോട്ടം. ജനുവരി 25-നകം ഗുണഭോക്താക്കളുടെ പട്ടിക പ്രസിദ്ധീകരിക്കും. പുനരധിവാസം ഒറ്റഘട്ടമായി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയനാട് പുനരധിവാസത്തിന്റെ രൂപരേഖ വിശദീകരിച്ച് ചീഫ് സെക്രട്ടറി കൂടി ഉൾപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത്. എസ്റ്റോണിലും നെടുമ്പാലയിലുമായി 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. എസ്റ്റോണിൽ 5 സെന്റിലും നെടുമ്പാലയിൽ 10 സെന്റിലും 1000 ചതുരശ്ര അടിയിൽ വീടുകൾ നിർമ്മിക്കും. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ഭൂമികൾ അതേ ഉടമസ്ഥതയിൽ തന്നെയുണ്ടാകും. മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും അധ്യക്ഷതയിൽ ത്രിതല സമിതികൾ പുനരധിവാസത്തിന് മേൽനോട്ടം വഹിക്കും. നിർമ്മാണ ചുമതല ഊരാളുങ്കലിനാണ് നൽകുന്നത്. മേൽനോട്ടം വഹിക്കുന്നത് കിഫ്കോൺ ആയിരിക്കും. വീട് വെച്ച് നൽകുക എന്ന് മാത്രമല്ല പുനരധിവാസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എല്ലാ രീതിയിലും ദുരന്തത്തെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപജീവന മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള പുനരധിവാസം യാഥാർത്ഥ്യമാക്കുകയാണ് ഉദ്ദേശം. അതിന് സഹായവുമായി മുന്നോട്ട് വരുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കും. ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബത്തിന് 15 ലക്ഷം രൂപ നൽകും. വിലങ്ങാട് ദുരന്തബാധിതർക്കും 15 ലക്ഷം രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഈ മാസം 25-നകം പ്രസിദ്ധീകരിക്കും. 100-ലധികം വീടുകൾ വാഗ്ദാനം ചെയ്തവരുമായാണ് 1-ാം ഘട്ടത്തിൽ മുഖ്യമന്ത്രി ചർച്ച നടത്തിയത്. സ്പോൺസർഷിപ്പ് സ്വീകരിക്കാൻ പ്രത്യേക അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, രാഹുൽ ഗാന്ധി MP-യുടെ പ്രതിനിധി, കർണാടക സർക്കാർ പ്രതിനിധി, DYFI, KCBC, നാഷണൽ സർവീസ് സ്കീം, ശോഭ സിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസം സർക്കാർ അവതരിപ്പിച്ച ടൗൺഷിപ്പ് രൂപരേഖയിൽ പ്രതീക്ഷയോടൊപ്പം ആശങ്കയും പങ്കുവച്ച് ദുരിതബാധിതർ. കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ 5 സെന്റ് ഭൂമി പോരാ എന്നാണ് ദുരന്തബാധിതർ ആവശ്യപ്പെടുന്നത്. മേപ്പാടിയിൽ നൽകുന്നതുപോലെ 10 സെന്റ് ഭൂമി കൽപ്പറ്റയിലും വേണമെന്നും സർക്കാർ തങ്ങളുടെ അഭ്യർത്ഥന മാനിക്കണമെന്നും ടൗൺഷിപ്പിന് പുറത്തു പോകുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക കുറഞ്ഞെന്നും ദുരന്തബാധിതർ പ്രതികരിക്കുന്നു. ഹാരിസൺ കമ്പനിയുടെ മേപ്പാടി നെടുമ്പാലയിലെ ഭൂമിയിലും കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിലുമാണ് ടൗൺഷിപ്പ് ഒരുങ്ങുക. ടൗൺഷിപ്പിന്റെ മാതൃകാ രൂപരേഖ സർക്കാർ അവതരിപ്പിച്ചതിനു പിന്നാലെ ആശങ്കയും ദുരന്തബാധിതർ പങ്കുവയ്ക്കുന്നു. ഒരുമയോടെ ജീവിച്ചവരെ പരതിക്കിലാക്കാതെ ഒരുമിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ചൂരൽമല സ്കൂൾ റോഡിൽ താമസിച്ചിരുന്ന വിജയലക്ഷ്മി പറഞ്ഞെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം പലർക്കുമുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഭാഗത്തൊരു കൂട്ടായ്മയായിട്ട് ജീവിച്ചിരുന്നതാണ്. ഞങ്ങളുടെ സ്കൂൾ മുണ്ടക്കൈ അങ്ങനെ ചൂരന്മല അങ്ങനെ ഞങ്ങളെ അമ്മൻ്റെ മക്കളെ പോലെ ഞങ്ങളെല്ലാവരും കഴിഞ്ഞിരുന്നത്. അപ്പം അതേപോലെ ഒരു സ്ഥലം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാഗത്താകുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ്റെ അങ്ങ് പറയാലോ. കൽപ്പറ്റയിലും നെടുമ്പാലയിലും ഭൂമിയുടെ അളവ് നിശ്ചയിച്ചതിൽ പോരായ്മയുണ്ടെന്നാണ് റഷീദ് പറയുന്നത്. 1-2 കാര്യങ്ങൾ പുനഃപരിശോധിക്കണം എന്നാണ് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 5 സെൻറ്റ് എന്ന് പറഞ്ഞത് ഗവൺമെൻറ് പുനഃപരിശോധിക്കേണ്ട കാര്യമാണ്.
കാരണം നമുക്കൊരു 5 സെൻറ്റ് നമുക്കത് പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മിനിമം 10 സെൻറ്റെങ്കിലും എൽസൺ എസ്റ്റേറ്റ് കിട്ടണം. ടൗൺഷിപ്പിന്റെ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രഖ്യാപിച്ച ധനസഹായ തുക കുറവെന്ന അഭിപ്രായമാണ് ദുരന്തബാധിതരായ അനിൽകുമാറും ജിജീഷും പങ്കുവയ്ക്കുന്നത്. സ്ഥലം 49 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും 15 ലക്ഷം രൂപ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡപ്പെടുത്തുന്ന അറിയുന്നില്ല. സ്ഥലത്തിൻ്റെ വിലൻ്റെ കാര്യങ്ങൾ ഒരു വീട് വെക്കണമെങ്കിൽ ഏകദേശം ഒരു 10-30 ലക്ഷം രൂപ കയ്യില്ലാതെ വീട് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ സ്വതന്ത്രമായിട്ട് ജീവിച്ച ആ മണ്ഡലത്തിൽ ഞങ്ങളെ വീണ്ടും പുനഃസ്ഥാപിച്ച് നമുക്ക് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിറവേറ്റി തന്ന് ഞങ്ങളെ വീണ്ടും എന്താ പറയുക കൂടെ ചേർക്കണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കൽപ്പറ്റ ആയിക്കോട്ടെ, നെടുമ്പാല ആയിക്കോട്ടെ, 5 സെൻറ്റോ, നമ്മളിപ്പോൾ എൻ്റെ വീട് തന്നെ വെച്ചിരിക്കുന്നത് 60 സെൻറ്റിലാണ് ഞാൻ വീട് വെച്ചിരിക്കുന്നത്. അവർക്കൊരു എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ വന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഒരു വീടിന് ചിലവാക്കിയിരുന്ന പൈസയും കാര്യങ്ങളും എത്ര വരികയെന്ന്. ഈ ടൗൺഷിപ്പും വേണ്ടാന്നുണ്ടെങ്കിൽ 15 ലക്ഷം എന്ന് പറഞ്ഞാൽ 15 ലക്ഷം നമുക്ക് ഈ എവിടെയെങ്കിലും ഒരു സ്ഥലം വീട് വെക്കാൻ പറ്റും ഇപ്പോഴത്തെ കാലത്ത്? പറ്റൂലല്ലോ. അതേസമയം പുനരധിവാസ ചുമതലയുള്ള റവന്യൂ മന്ത്രി കെ രാജന് മുമ്പിൽ തങ്ങളുടെ ആശങ്ക പങ്കുവയ്ക്കാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്. മുഖ്യമന്ത്രിയുടെ സനാതന ധർമ്മ പരാമർശത്തിൽ വിവാദം ചൂടുപിടിക്കുന്നു. മുഖ്യമന്ത്രിയെ കെ സുധാകരൻ പിന്തുണച്ചപ്പോൾ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. ഗുരുവിനെ ചാതുർവർണ്ണയത്തിലും വർണ്ണാശ്രമത്തിലും തളച്ചിടാൻ ശ്രമിക്കുന്നുവെന്ന് കെ സുധാകരൻ പറഞ്ഞപ്പോൾ സനാതന ധർമ്മത്തെ മുഖ്യമന്ത്രി ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെന്നാണ് വി.ഡി. സതീശൻ വിമർശിച്ചത്. അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. മുഖ്യമന്ത്രിയുടെ പരാമർശം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണെന്ന് ആരോപിച്ച് ബി.ജെ.പി. ദേശീയ നേതൃത്വം രംഗത്ത് വന്നു. ശിവഗിരി തീർത്ഥാടന മഹോത്സവ വേദിയിൽ ശ്രീനാരായണ ഗുരുവിനെയും സനാതനധർമ്മത്തെയും മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ചതാണ് വിവിധ രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. സാമൂഹ്യ പരിഷ്കർത്താവായ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവായി മാറ്റാൻ ശ്രമിച്ചാൽ ചെറുത്തു തോൽപ്പിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ ബി.ജെ.പി. കടുത്ത പ്രതിഷേധമുയർത്തുമ്പോഴാണ് കെ.പി.സി.സി. അധ്യക്ഷൻ കെ സുധാകരൻ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നത്. രാവിലെ ശിവഗിരിയിൽ നടന്ന ചടങ്ങിൽ ഗുരുവിനെ ചാതുർവർണ്ണയത്തിലും വർണ്ണാശ്രമത്തിലും തളച്ചിടാൻ ശ്രമിക്കുകയാണെന്നും ഗുരുവിനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. എന്നാൽ വൈകിട്ട് ശിവഗിരിയിലെത്തിയ പ്രതിപക്ഷ നേതാവാകട്ടെ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തു വന്നു. സനാതനധർമ്മത്തെ മുഖ്യമന്ത്രി ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെന്നും സനാതനധർമ്മം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അല്ല, അതെ, മുഖ്യമന്ത്രി അത് സനാതന ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമമാണ്, അത് ചാതുർവർണ്ണത്തിന്റെ ഭാഗമാണ് എന്നെല്ലാം പറഞ്ഞ് അത് കൊണ്ടുപോയിട്ട് സംഘപരിവാറിന് ചാർത്തി കൊടുക്കാണ്. സംഘപരിവാറിന് മാത്രം അവകാശപ്പെട്ടതാക്കി മാറ്റാണ് സനാതനധർമ്മത്തെ. അതേസമയം വിവാദത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് മറുപടി. അതെൻ്റെ നിലപാടാണത്. സനാതനധർമ്മത്തിൻ്റെ വക്താവായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ കാണേണ്ടത്. അതിൻ്റെ ചരിത്രം എടുത്താൽ അത് കാണാൻ പറ്റില്ല. അത് തിരുത്തിയെന്നതിന് നേതൃത്വം കൊടുത്ത ആളല്ലേ ശ്രീനാരായണ ഗുരു. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ പരാമർശം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണെന്ന് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം അടക്കം രംഗത്ത് വന്നു. ശ്രീനാരായണ ഗുരുവിനെയും ഭൂരിപക്ഷ ജനവിഭാഗത്തെയും മുഖ്യമന്ത്രി അപമാനിക്കുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിലെത്തി. മുഖ്യമന്ത്രി മന്ത്രിമാരും ചേർന്ന് വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. രാജ്ഭവനിൽ നാളെ രാവിലെയാണ് ഗവർണറുടെ സത്യപ്രതിജ്ഞ. വൈകിട്ട് 5 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലെത്തിയ നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു. നാളെ രാവിലെ 10:30 രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ നടക്കും. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധൂക്കർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഹൈക്കോടതി ജഡ്ജിമാരടക്കം 400 പേർക്ക് ക്ഷണമുണ്ട്. രാവിലെ ഗോവ ഗവർണർ P.S. ശ്രീധരൻപിള്ളയുമായി രാജേന്ദ്ര അർലേക്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗോവയിൽ സ്പീക്കർ, മന്ത്രി എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ദീർഘകാലം RSS ചുമതലകൾ വഹിച്ച ശേഷം 1989 രാജേന്ദ്ര അർലേക്കർ ബി.ജെ.പിയിൽ അംഗമാകുന്നത്. സർക്കാരുമായി നിരന്തരം കൊമ്പുകോർത്തിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം വരുന്ന പുതിയ ഗവർണർ ഏത് രീതിയിലുള്ള സമീപനമാകും സ്വീകരിക്കുക എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം രാജ്ഭവനിലേക്ക് 2 വാഹനങ്ങൾ വാങ്ങാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ സമ്മേളനം ജനുവരി 17 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറാക്കുന്നതിന് മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിച്ചു. മന്ത്രിമാരായ കെ.എൻ. ബാലഗോപാൽ, കെ. രാജൻ, എ.കെ. ശശീന്ദ്രൻ, കെ. കൃഷ്ണൻകുട്ടി, റോഷി അഗസ്റ്റിൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കുന്നതിനായി വിവരങ്ങൾ വകുപ്പുകളിൽ നിന്നും ശേഖരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും അഡീഷണൽ ചീഫ് സെക്രട്ടറി എ. ജയതിലകിനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി.
വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട നിരവധി നിയമ ഭേദഗതികളും മാറ്റങ്ങളും വികസന പദ്ധതികളും UAE-യിൽ പ്രാബല്യത്തിലാകുന്ന വർഷമാകും 2025. ട്രാഫിക് നിയമ ഭേദഗതി, ദുബായിലെ സാലിക് പാർക്കിംഗ് നിരക്കുകളിലെ വർധനവ്, അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രണം, എയർ ടാക്സി സേവനം എന്നിവയാണ് 2025 UAE-യിൽ നടപ്പിൽ വരുന്ന പ്രധാന കാര്യങ്ങൾ. താമസക്കാരെയും സന്ദർശകരെയും ബാധിക്കുന്ന സുപ്രധാന നിയമ ഭേദഗതികളും വികസന പദ്ധതികളും പ്രാബല്യത്തിലാകുന്ന വർഷമാകും 2025. ഗതാഗത നിയമത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഇതിൽ പ്രധാനം. മദ്യപിച്ച് വാഹനമോടിച്ച് പിടിക്കപ്പെട്ടാൽ 1 ലക്ഷം ദിർഹം വരെ പിഴശിക്ഷ ലഭിക്കുമെന്നതുൾപ്പെടെയുള്ള നിയമ ഭേദഗതികളാണ് നടപ്പിലാകുന്നത്. അനുവദനീയമല്ലാത്ത ഇടങ്ങളിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതും പുതിയ നിയമപ്രകാരം കടുത്ത ശിക്ഷ കിട്ടാനുള്ള കാരണമാകും. മാർച്ച് 29 മുതലാണ് പുതുക്കിയ ട്രാഫിക് നിയമങ്ങൾ UAE-യിൽ പ്രാബല്യത്തിൽ വരിക. അബുദാബിയുടെയും ദുബായിയുടെയും ആകാശത്ത് എയർ ടാക്സികൾ പറന്നു തുടങ്ങുന്ന വർഷമാകും 2025. ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ സേവനങ്ങളും ഈ വർഷം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായിലെ പാർക്കിംഗ് സാലിക് എന്നറിയപ്പെടുന്ന ടോൾ നിരക്കുകളിൽ വർധനവ് വരുന്നു എന്നതും 2025 പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. രാവിലെ 6 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെയുമുള്ള തിരക്കേറിയ സമയങ്ങളിൽ ഒരു സാലിക് ഗേറ്റ് കടക്കാൻ 6 ദിർഹം നൽകേണ്ടി വരും. നിലവിൽ 10 സാലിക് ഗേറ്റുകളാണ് ദുബായ് നിരത്തുകളിൽ ഉള്ളത്. പാർക്കിംഗ് നിരക്കുകളിലും ഈ വർഷം വർധനവ് വരും. പ്രീമിയം പാർക്കിംഗ് ഇടങ്ങളിൽ രാവിലെ 8 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 4 മുതൽ 8 മണി വരെയും പാർക്കിംഗ് നിരക്ക് മണിക്കൂറിന് 6 ദിർഹമാക്കി ഉയർത്തും. മറ്റു പാർക്കിംഗ് ഇടങ്ങളിൽ 1 മണിക്കൂർ പാർക്കിങ്ങിന് 4 ദിർഹം നൽകേണ്ടി വരും. സാലിക് നിരക്കുകൾ ജനുവരി അവസാനത്തോടെയും പാർക്കിംഗ് നിരക്കുകൾ മാർച്ച് അവസാനത്തോടെയും പ്രാബല്യത്തിൽ വരും. 2025 അവശ്യ സാധനങ്ങളുടെ വിലവർധനവിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് UAE. അരി, പഞ്ചസാര, ഗോതമ്പ്, റൊട്ടി, പാലുൽപ്പന്നങ്ങൾ, മുട്ട, പാചക എണ്ണ, കോഴി, പയർവർഗ്ഗങ്ങൾ എന്നിങ്ങനെ 9 അവശ്യ വസ്തുക്കളുടെ വിലവർധനവിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മുൻകൂർ അനുമതിയില്ലാതെ ഇവയുടെ വില വർദ്ധിപ്പിക്കാൻ ചില്ലറ വ്യാപാരികൾക്ക് സാധിക്കില്ല. വിലവർധനയ്ക്കിടയിൽ 6 മാസത്തെ ഇടവേളയുണ്ടാകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. 2025 ജനുവരി 2 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് ഡിജിറ്റൽ ഭക്ഷണ മെനു പുറത്തിറക്കി. ഇതുപ്രകാരം രോഗികൾക്ക് ഡിജിറ്റൽ മെനുവിൽ പ്രദർശിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ സ്വയം തിരഞ്ഞെടുക്കാം. രോഗികൾക്ക് നൽകുന്ന പോഷകാഹാര സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ സേവനമെന്ന് മന്ത്രാലയത്തിലെ കാറ്ററിംഗ് വിഭാഗം മേധാവി അബീർ അൽ സലൂം വ്യക്തമാക്കി. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള എല്ലാ ആശുപത്രികളിലും പ്രത്യേക മെഡിക്കൽ സെൻ്ററുകളിലും ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് പുതിയ സേവനം ലഭ്യമാകും. സൗദിയിൽ മൊബൈൽ ഫോണുകൾക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും ഏകീകൃത ചാർജിംഗ് പോർട്ട് നിർബന്ധമാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം ഇന്നു മുതൽ നടപ്പിലാക്കി തുടങ്ങി. രണ്ടാം ഘട്ടം 2026 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കുമെന്ന് സൗദി സ്റ്റാൻഡേർഡ് മെട്രോളജി ആൻഡ് ക്വാളിറ്റി ഓർഗനൈസേഷനും കമ്മ്യൂണിക്കേഷൻ സ്പേസ് ആൻഡ് ടെക്നോളജി കമ്മീഷനും അറിയിച്ചു. ഏകീകൃത ചാർജിംഗ് പോർട്ട് നിർബന്ധമാക്കുന്ന ഉപകരണങ്ങളിലെല്ലാം USB ടൈപ്പ് C ഇനത്തിൽപ്പെട്ട ചാർജിംഗ് പോർട്ടുകൾ നിർബന്ധമാണ്. രണ്ടാം ഘട്ടം നിലവിൽ വരുന്ന 2026 ഏപ്രിൽ 1 മുതൽ ലാപ്ടോപ്പുകൾക്കും ചാർജിംഗ് പോർട്ടുകൾ ഏകീകരിക്കൽ നിർബന്ധമാക്കും. സൗദിയുടെ ദേശീയ എണ്ണ കമ്പനിയായ സൗദി ആറാംകോ ഡീസൽ വില 44% കൂട്ടി. 1 ലിറ്റർ ഡീസലിൻ്റെ വില 1.66 റിയാലായാണ് പുതുവർഷമായ ഇന്നു മുതൽ കമ്പനി ഉയർത്തിയത്. ഡീസൽ വില എല്ലാ വർഷ ആരംഭത്തിലുമാണ് സൗദി ആറാംകോ പുനഃപരിശോധിക്കുന്നത്. 2022 ജനുവരി മുതലാണ് ഈ രീതി നിലവിൽ വന്നത്. ഇതിനുശേഷം ഇത് 4ാം തവണയാണ് സൗദി ആറാംകോ ഡീസൽ വില പുനഃപരിശോധിക്കുന്നത്. 2024 ആദ്യത്തിൽ ഡീസൽ വില 53% തോതിൽ ഉയർത്തിയിരുന്നു. പെട്രോൾ വിലയിൽ ആറാംകോ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അറേബ്യൻ ഗൾഫ് കപ്പ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും ആതിഥേയരായ കുവൈറ്റ് പുറത്തായി. വാശിയേറിയ സെമി ഫൈനൽ ബെഹ്റിൻ എതിരില്ലാത്ത 1 ഗോളിന് കുവൈറ്റിനെ തോൽപ്പിച്ചു. 75-ാം മിനിറ്റിൽ മുഹമ്മദ് മർസൂണാണ് ബെഹ്റിനായി നിർണായക ഗോൾ നേടിയത്. സൗദി അറേബ്യയെ തോൽപ്പിച്ചെത്തുന്ന ഒമാനാണ് കലാശ പോരാട്ടത്തിൽ ബെഹ്റിൻ്റെ എതിരാളികൾ. അവസാന 4 സൗദിയെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഒമാൻ പരാജയപ്പെടുത്തിയത്. ജനുവരി 4-നാണ് ആവേശകരമായ ഫൈനൽ പോരാട്ടം. പ്രവാസി വെൽഫെയർ സൗദി വെസ്റ്റേൺ പ്രൊവിൻസ് 10ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ജിദ്ദ വസീരിയ സ്റ്റേഡിയത്തിൽ നടന്നുവന്നിരുന്ന അബീർ എക്സ്പ്രസ് പ്രവാസി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൽ ചാമ്പ്സ് എബീൻ FC ചാമ്പ്യന്മാരായി. കൂടാതെ അംലാക് ആരോ ടാലൻറ്റ് ടീൻസ് ജൂനിയർ അക്കാദമി ചാമ്പ്യന്മാരായും ജിദ്ദ ഫ്രൈഡേ FC വെറ്ററൻസ് ചാമ്പ്യന്മാരായും തിരഞ്ഞെടുക്കപ്പെട്ടു. ജിദ്ദയിലെ സിം ഭാരവാഹികളും പൗരപ്രമുഖരും പ്രവാസി വെൽഫെയർ നേതാക്കളും കളിക്കാരുമായി പരിചയപ്പെട്ടു. ലോകത്തെ ഇനിയും മികച്ചതാക്കി മാറ്റാൻ ദിവസവും പ്രയത്നിക്കുക എന്നതാണ് മനുഷ്യരാശിയുടെ ലക്ഷ്യമെന്നും മറ്റെവിടത്തെക്കാളും ഭംഗിയായി അമ്മയുടെ സാന്നിധ്യത്തിൽ
അമൃതപുരിയിൽ ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണം കാണാൻ കഴിയുമെന്നും BJP തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റും മുൻ IPS ഓഫീസറുമായ കുപ്പുസ്വാമി അണ്ണാമലൈ കൊല്ലം അമൃതപുരി ക്യാമ്പസിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ലീഡർഷിപ്പ്, സ്ട്രാറ്റജി എന്നിവയിൽ ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തിലായിരുന്നു അണ്ണാമലൈ അമൃതപുരി ക്യാമ്പസിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ചത്. നേതൃത്വ പാടവത്തെക്കുറിച്ച് പറയുമ്പോൾ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെയാണ് ഓർക്കുന്നത്. ലളിതമായ ഒരു ആലിംഗനത്തിലൂടെ ഒരാളുടെ സകല ദുഃഖങ്ങളും അമ്മ തൻ്റേതായി സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നോർത്ത് അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. And more importantly, can we leave this world a better place than how we got it? So I'm very, very sure all the lucky young souls who are here in this very blessed land, over the next 30, 40, 50 years in Bharat's journey, you will have that opportunity to reshape, to put India, Bharat back into the place where we once belonged. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ, അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് പ്രിൻസിപ്പൽ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ, CIR വിഭാഗം മേധാവി ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ, സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസസ് ഡീൻ ഡോക്ടർ ഗീതാകുമാർ, സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ് ഡീൻ ഡോക്ടർ ഭവാനി റാവു, ഡോക്ടർ M രവിശങ്കർ, ബ്രഹ്മചാരിണി ഡോക്ടർ രമ്യ എന്നിവർ സംസാരിച്ചു. മാതാ അമൃതാനന്ദമയി മഠത്തിലെത്തി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു അണ്ണാമലൈ മടങ്ങിയത്. അമൃത ന്യൂസ്, കൊല്ലം. കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി, എന്നാൽ വെന്റിലേറ്ററിൽ എത്ര ദിവസം തുടരണമെന്നതിൽ തീരുമാനമായിട്ടില്ല. അതിനിടയിൽ പ്രധാന സംഘാടകരോട് നാളെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. ഹാപ്പി ന്യൂ ഇയർ. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്ന് മാഡത്തിൻ്റെ വായേന്ന് വന്നതാണ് ഹാപ്പി ന്യൂ ഇയർ. ഷീ വിഷ്ഡ് ഹാപ്പി ന്യൂ ഇയർ ടുഡേ മോർണിംഗ് എന്ന് പറഞ്ഞാൽ സംസാരമല്ല, വിസ്പറിംഗ് ആയിരുന്നു, മംബ്ലിംഗ്. ഹാപ്പി ന്യൂ ഇയർ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മക്കളോടാണ് ആദ്യം പറഞ്ഞത് ഹാപ്പി ന്യൂ ഇയർ. സോ ഇന്നലത്തേക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട്. വെന്റിലേറ്ററിൽ തുടരുകയാണെങ്കിലും ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതി ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. MLAയുടെ ആരോഗ്യസ്ഥിതി ഇന്ന് വീണ്ടും പരിശോധിച്ച ശേഷം തുടർ ചികിത്സയ്ക്കുള്ള തീരുമാനമെടുക്കും. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഉമാ തോമസ് നന്നായി പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ആൻഡ് നമുക്ക് ചെസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത്, ലങ്സിനകത്ത്. അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേസ് കുറേയും കൂടി ക്ലിയർ ആയിട്ടുണ്ട്, ബെറ്ററാണ്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. വാട്ട് ഷീ സേസ് ഇസ് പെയിൻ ഉണ്ടെന്നുള്ളതാണ്. അതേസമയം അപകടവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസിൽ മൃദംഗ വിഷൻ MD അടക്കം 5 പേരെ പ്രതി ചേർത്തിട്ടുണ്ട്. ഇന്നലെ അറസ്റ്റിലായ 3 പേർക്ക് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ച മൃദംഗ വിഷൻ MD നികോഷ് കുമാർ, ഓസ്കാർ ഇവന്റ് ചുമതലക്കാരൻ ജിനേഷ് കുമാർ എന്നിവരോട് വ്യാഴാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. അതേസമയം നൃത്തപരിപാടിയുടെ സ്പോൺസർമാരായ കല്യാൺ സിൽക്സ് അടക്കമുള്ളവരുടെ മൊഴിയെടുക്കും. നർത്തകരുടെ വസ്ത്രത്തിന്റെ പേരിൽ പണപ്പെരിവ് നടത്തിയത് തങ്ങൾ വൈകിയാണ് അറിഞ്ഞതെന്ന് കല്യാൺ സിൽക്സ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കല്യാൺ സിൽക്സ് അടക്കമുള്ള സ്പോൺസർമാരെ കാണുന്നത്. ടിക്കറ്റ് വെച്ച് നടത്തിയ പരിപാടിയിൽ ബുക്ക് മൈ ഷോയിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടും. സംഭവത്തിൽ ദിവ്യ ഉണ്ണിയുടെ മൊഴി അടുത്ത ദിവസം രേഖപ്പെടുത്തും. അമൃത ന്യൂസ്, കൊച്ചി. ശരണാമൃതം കോപ്പ് അവാർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സ്വാമിയേ ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. നടപ്പന്തലിലും സന്നിധാനത്ത് ഫ്ലൈ ഓവറിലുമെല്ലാം നിറഞ്ഞ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പമ്പയിലും വലിയ രീതിയിലുള്ള തിരക്കുണ്ട്. ഇന്ന് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 53,138 ഭക്തരാണ് ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസം 1,483 പേർ ദർശനം നടത്തി. രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരക്ക് കൂടിയതോടെ പലയിടത്തും അയ്യപ്പന്മാരെ നിയന്ത്രിച്ചുകൊണ്ടാണ് ദർശനത്തിന് അനുവദിക്കുന്നത്. മരക്കൂട്ടം മുതൽ അയ്യപ്പന്മാർക്ക് ക്യൂ നിന്ന് വേണം സന്നിധാനത്തേക്ക് എത്താൻ. ഇന്നും അയ്യപ്പന്മാരുടെ എണ്ണം 1 ലക്ഷം കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലത്തിൻ്റെ അനന്തമായ രാജപാതയിലെ നാഴികക്കല്ലുകളാണ് ഓരോ പുതുവർഷ പിറവികളുമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി.
ആ പ്രാധാന്യം ഉൾക്കൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ ജാഗ്രതയോടെ നമുക്ക് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാമെന്നും അമ്മ പറഞ്ഞു. ദൈവപൂർണമായ പ്രയത്നം ഒപ്പമുണ്ടെങ്കിൽ പുതുവർഷത്തിലെ മാറ്റങ്ങളെ വലിയ അളവിൽ നല്ല മാറ്റങ്ങളാക്കാം. ജീവിതത്തിൽ മഹത്തായ ആദർശമുണ്ടെങ്കിലാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്. വിവേകവും കാരുണ്യവും കൈമുതലാക്കി എല്ലാ മക്കളും ലോകത്തിൻ്റെ മാതൃകയായി തീരട്ടെ എന്നും സന്തോഷപൂർവ്വവും ഐശ്വര്യപൂർവ്വമായ പുതുവർഷമാകാൻ കൃപ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്നും അമ്മ പുതുവത്സര സന്ദേശത്തിൽ പറഞ്ഞു. നമ്മളെല്ലാം മറ്റൊരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ശുഭമുഹൂർത്തമാണിത്. പുതുമ നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്നതാണ്. അങ്ങനെ സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, ഉത്സാഹത്തോടെ നമ്മൾ പുതിയൊരു വർഷത്തെ വരവേൽക്കുകയാണ്. നമ്മളോട് വിട ചൊല്ലുന്ന 2024 യുദ്ധങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞതായിരുന്നു എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കുറെ കൂടി ശാന്തിപൂർണമായ, സന്തോഷപൂർണമായ, ഐശ്വര്യപൂർണമായ ഒരു പുതുവത്സരം ഉണ്ടാകാൻ കൃപ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് അമ്മ ആഗ്രഹിക്കുകയാണ്. കാലത്തിന്റെ അനന്തമായ രാജപാതയിലെ ഓരോ നാഴികക്കല്ലാണ് ഓരോ പുതുവർഷപ്പിറവി. ആ പ്രാധാന്യം കൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ, ജാഗ്രതയോടെ നമുക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം. ലോക വസ്തുക്കളുടെയും ബാഹ്യമായ എല്ലാ ബന്ധങ്ങളുടെയും പുതുമയും ആകർഷണീയതയും ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും. എന്നാൽ നമ്മളിൽ അന്തരീലമായിരിക്കുന്ന ആത്മസൗന്ദര്യത്തിന്റെ പുതുമ ഒരിക്കലും നശിക്കാത്തതാണ്. പ്രേമത്തിന്റെ അനന്തമായ ആ സൗന്ദര്യം അല്പമെങ്കിലും അറിയാൻ, അനുഭവിക്കാനും കഴിഞ്ഞാൽ പിന്നെ സാഹചര്യങ്ങൾ നമ്മൾ തളർന്നു പോകില്ല. ദുഃഖവും വിരസതയും നമ്മെ അലട്ടില്ല. എന്നും എപ്പോഴും ജീവിതം പുതുപുത്തനായി നിലകൊള്ളും. കാലം മാറി വരുമ്പോഴും മാറ്റങ്ങൾ സംഭവിക്കും. മാറ്റമാണല്ലോ പ്രകൃതി മാറാ നിയമം. എന്നാൽ നമ്മുടെ വേഗപൂർണമായ പ്രയത്നമുണ്ടെങ്കിൽ പുതുവർഷത്തിലെ മാറ്റങ്ങൾ വലിയൊരളവോളം നല്ല മാറ്റങ്ങളാക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കും. ജീവിതത്തിൽ മഹത്തായ ഒരു ആദർശം ഉണ്ടാകുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്. വിവേകവും കാരുണ്യവും കൈമുതലാക്കി അമ്മയുടെ മക്കൾ ലോകത്തിന്റെ മാതൃകയെ തീരണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്. പുതുവർഷം അതിന് വഴിയൊരുക്കട്ടെ. പ്രാർത്ഥനകളും ആഘോഷങ്ങളുമായി പുതുവത്സരത്തെ വരവേറ്റ അമൃതപുരി. അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ മാതാമൃതാനന്ദമയി മഠത്തിൽ നടന്ന പുതുവത്സര ആഘോഷവേദി ആയുധ് ഗ്ലോബൽ മീറ്റിൻ്റെ ഔപചാരിക സമാപന വേദിയുമായി. പോയ വർഷത്തിന് വിട നൽകി പുതുവത്സരത്തെ ലോകമൊന്നായി ആഘോഷപൂർവ്വം വരവേറ്റപ്പോൾ ആഘോഷങ്ങളുടെ മാറ്റൊട്ടും കുറയാതെ പ്രാർത്ഥനാ നിറവിലായിരുന്നു അമൃതപുരിയിലെ നവവത്സരാഘോഷം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യ സാന്നിധ്യത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. ആശ്രമ അന്തേവാസികൾക്ക് പുറമെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കളുടെ പ്രാതിനിധ്യം അമൃതപുരിയിൽ ഇത്തവണ പുതുവത്സരാഘോഷത്തിൽ ശ്രദ്ധേയമായി. 3 ദിവസങ്ങളായി അമൃതപുരിയിൽ നടന്നു വന്ന അയുധ് ഗ്ലോബൽ മീറ്റിന്റെ ഔപചാരിക സമാപനത്തിന് ആശ്രമം വേദിയായതോടെയാണ് നൂറുകണക്കിന് യുവാക്കൾക്ക് അമൃതപുരിയിലെ പുതുവർഷാഘോഷത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുങ്ങിയത്. ആശ്രമ മക്കളുടെ നൃത്തനൃത്യങ്ങൾക്കും സംഗീത ശില്പങ്ങൾക്കുമൊപ്പം അയുധ് പ്രതിനിധികളുടെ നൃത്താവിഷ്കാരവും ചേർന്നതോടെ ആഘോഷത്തിന് മാറ്റേറി. തുടർന്ന് അമ്മയുടെ നേതൃത്വത്തിൽ ഭജനയും സത്സംഗം ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനയും നടന്നു. പുതുവത്സര സന്ദേശം പകർന്ന അമ്മ പുലർച്ചെ വരെ നീണ്ട ആഘോഷങ്ങൾക്ക് ശേഷം ഭക്തർക്കും അയുധാംഗങ്ങൾക്കും തൃക്കരങ്ങളാൽ പ്രസാദവും വിതരണം ചെയ്തു. അമൃത ന്യൂസ്, കൊല്ലം. പുതിയ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒത്തുകൂടിയ അമൃത TV കുടുംബാംഗങ്ങൾ ആശയ സംവാദവും ജോലിസ്ഥലത്തെ മാനസിക ഉല്ലാസവും ലക്ഷ്യമിട്ടായിരുന്നു തിരുവനന്തപുരം വഴുതക്കാട്ടെ ഓഫീസിലെ ആഘോഷം. മാതാ അമൃതാനന്ദമയി മഠം കൈമന മഠാധിപതി സ്വാമി ശിവ അമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം മുഖ്യാതിഥിയായി. സ്വാമി ശിവാമൃതാനന്ദപുരിയും തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗവും അമൃത TVയുടെ വിവിധ വിഭാഗങ്ങളിലെ മേധാവിമാരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. സ്വപ്രയത്നത്തോടൊപ്പം ഈശ്വരകൃപ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഫലം നല്ലതാവുകയുള്ളൂ എന്ന് സ്വാമി ശിവാമൃതാനന്ദപുരി പറഞ്ഞു. വേഗതയുടെ കാലത്ത് മുന്നേറാൻ ഉറച്ച ഒരു പ്രതലം കൂടി പ്രധാനമാണെന്ന് മുഖ്യപ്രഭാഷണത്തിൽ സ്വാമിജി ഓർമ്മിപ്പിച്ചു. വലിയൊരു ഫാസ്റ്റ് ചേഞ്ചിങ്ങിൻ്റെ കാലത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു. ഈ ചേഞ്ച് എല്ലാവരെയും ബാധിക്കും. എല്ലാവരും ചേഞ്ചിൻ്റെ ഫാസ്റ്റായിട്ട് ഭാഗമായിട്ട് പോകും. പക്ഷെ നമുക്ക് ഉറച്ചു നിൽക്കാൻ ഒരു മണ്ണ് വേണം. ആ മണ്ണില്ലാതെ നമ്മൾ അതിൻ്റെ കൂടെ ഒലിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലായി പോകും. അതാ ഉറച്ചു നിൽക്കാനുള്ള മണ്ണാണ് അമ്മ എടുക്കുന്ന ആധ്യാത്മിക സംസ്കാരം.
ടെക്നിക്കൽ വിഭാഗം മേധാവി പി ഗിരീഷ് കുമാറും ഗ്രാഫിക്സ് മേധാവി എസ് വിമൽകുമാറും ചേർന്ന് സ്വാമിജിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. നാളെയെക്കുറിച്ചുള്ള കരുതലുള്ളവരായി ജീവിച്ചാൽ മാത്രമേ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മുഖ്യാതിഥിയായിരുന്ന തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം പറഞ്ഞു. Where we see ourselves in the next 10 years, in the next 10 years, 20 years, where we see in our children in the next 10 years, next 20 years, next 30 years, our vision we should have. We should be prepared for our future. That is also the thing I want to say. And what I have seen is സ്വന്തം ജീവിതത്തിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന് ഉത്തമ മാതൃകയായി മാറിയ DIG അജിത ബീഗത്തെ അമൃത TV HR ഹെഡ് R രാധികയും അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി മാനേജർ ദീപയും ചേർന്ന് പൊന്നാട അണിയിച്ചു. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണചന്ദ്രൻ ഉപഹാരവും നൽകി. ജോലിസ്ഥലം ഉത്സവ സ്ഥലമാക്കി മാനസിക സംഘർഷം ഇല്ലാതാക്കാനാണ് അമൃത TVയുടെ ആഘോഷങ്ങളെന്ന് അമൃത TVയുടെ ബിസിനസ് ഹെഡ് R ശിവകുമാർ ചൂണ്ടിക്കാട്ടി. ജോലിസ്ഥലം ഒരു ഉത്സവ സ്ഥലമാക്കി മാറ്റാനും ഈ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഇല്ലാതാക്കാനും നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യുന്നുണ്ട്. അമൃത TVയുടെ ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വിജയികൾക്ക് സ്വാമി ശിവാമൃതാനന്ദപുരിയും DIG അജിത ബീഗവും ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ M കൃഷ്ണകുമാർ സ്വാഗതവും ന്യൂസ് എഡിറ്റർ പ്രവീൺ പട്ടാമ്പി നന്ദിയും പറഞ്ഞു. അമൃത TVയിലെ വിവിധ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ആശയവിനിമയത്തിനുള്ള സംഗമവേദിയായിരുന്നു ആഘോഷം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി കായിക വാർത്തകൾ നോക്കാം. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച പരിശീലകൻ ഗൗതം ഗംഭീർ. ടീമിലെ ചിലർ സ്വാഭാവിക കളി എന്ന നിലയിൽ അവരുടേതായ രീതിയിലാണ് കളിക്കുന്നത്, വിക്കറ്റുകൾ വലിച്ചെറിയുകയും ചെയ്യുന്നുവെന്ന് ഗംഭീർ കുറ്റപ്പെടുത്തി. താരങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കാൻ കഴിഞ്ഞ 6 മാസം അവസരം നൽകി. അതെല്ലാം നിർത്തേണ്ട സമയമായിരിക്കുന്നു. ഇനി ടീമിൻ്റെ ഗെയിം പ്ലാൻ താൻ തീരുമാനിക്കുന്നത് പോലെ കളിച്ചാൽ മതിയെന്നും ഗംഭീർ പറഞ്ഞു. അല്ലാത്തവർക്ക് ടീമിന് വെളിയിൽ പോകാമെന്നും ഗംഭീർ മുന്നറിയിപ്പ് നൽകി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.